ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ 2 ദിവസങ്ങളിൽ തുടർച്ചയായി തീപിടുത്തമുണ്ടായതിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. മദ്യവും വിഷമാണ് എന്ന തലക്കെട്ടിൽ ജില്ലാ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ പാവമണി റോഡ് ബിവറേജിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി. കോക്ലിയർ ഇംപ്ലാന്റ് മെയിന്റനൻസിലെയും അപ്ഗ്രഡേഷനിലെയും പ്രായപരിധി ഒഴിവാക്കണമെന്ന് സിയാക്സ്. റോട്ടറി ക്ലബ് കോഴിക്കോട് സൗത്ത് വെള്ളിമാടുകുന്ന് ആശാഭവനിൽ പുതിയ പദ്ധതിക്ക് തുടക്കം. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ 2 ദിവസങ്ങളിൽ തുടർച്ചയായി തീപിടുത്തമുണ്ടായതിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. ഈ ആവശ്യവുമായി മെയ് 8-ന് രാപ്പകൽ സമരം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. ഒന്നാം ദിവസം ഈ ഒരു സംഭവമുണ്ടായി. ശേഷം പരിശോധന പൂർത്തീകരിച്ചിട്ട് പൂർണ്ണ സുരക്ഷിതമാണെങ്കിൽ രോഗികളെ മാറ്റേണ്ട അത്യാഹിത വിഭാഗത്തിലേക്ക് 20 രോഗികൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. അത് മാധ്യമങ്ങളൊക്കെയാണ് കണ്ടെത്തുന്നത്. അവിടെ ഒരു വൈദ്യശാസ്ത്ര ധാർമ്മികതക്ക് പറ്റാത്ത രീതിയിലുള്ള ഒരു വിവരണമാണ് മെഡിക്കൽ കോളേജ് അധികാരികൾ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുറന്നുകൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ, ഈ സംഭവങ്ങൾക്കൊപ്പം തന്നെ കഴിഞ്ഞ തുടർച്ചയായി 2 ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഈ അപകടങ്ങളൊക്കെ ഒരു ആരോഗ്യമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു രോഗിയായ ഒരു വ്യക്തി ഒരു ആശുപത്രിയിൽ വന്ന് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു പോകേണ്ടതിന് പകരം ആരോഗ്യമുള്ള ഒരാൾ വന്നാൽ അയാൾ മരിച്ചു തിരിച്ചു പോകേണ്ട ഒരവസ്ഥ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാവും. അതൊരു വിരോധാഭാസമാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു സമര തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ സാധാരണക്കാരുടെ നീതിക്ക് വേണ്ടി ശബ്ദിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണത്തിലെ അഴിമതി സമഗ്രമായി അന്വേഷിച്ച് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അലംഭാവത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തുക, മെഡിക്കൽ കോളേജിനെ തകർക്കാനുള്ള ശ്രമത്തെ ചെറുക്കും തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത്. മെയ് 10-ന് ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ആരംഭിച്ച് രാത്രി 10 മണിക്ക് രാപ്പകൽ സമരം സമാപിക്കും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുമെന്ന് മിസ്ഹബ് കീഴരിയൂർ, ടി മൊയ്തീൻ കോയ, KM റഷീദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മദ്യവും വിഷമാണ് എന്ന തലക്കെട്ടിൽ ജില്ലാ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ പാവമണി റോഡ് ബിവറേജിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി. കേരള മദ്യനിരോധന സമിതി അധ്യക്ഷൻ ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മദ്യവും ലഹരിയാണ്, ചതിക്കരുത് നാടിനെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാവമണി റോഡിലെ സർക്കാർ മദ്യ ഷോപ്പിന് മുന്നിൽ ജില്ലാ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. പ്രവർത്തകർ പ്രകടനമായാണ് മദ്യഷോപ്പിന് മുന്നിലേക്ക് എത്തിയത്. കേരള മദ്യനിരോധന സമിതി അധ്യക്ഷൻ ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മദ്യമല്ല മറ്റ് രാസലഹരികളെയാണ് ചെറുക്കേണ്ടതെന്ന് പ്രചരിപ്പിച്ച് മദ്യക്കൊള്ളയിലൂടെ നാടിനെ തകർക്കുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ സമൂഹം തിരിച്ചറിയണമെന്നും പ്രൊഫസർ OJ ചിന്നമ്മ ആവശ്യപ്പെട്ടു. സർക്കാർ MDMAക്ക് മാത്രം അല്ലെങ്കിൽ മയക്കുവസ്തുക്കൾക്ക് വേണ്ടി മാത്രം പൊരുതുമ്പോൾ മദ്യവും വിഷമാണ്. അതിലാണ് 78% ലഹരിയുള്ളത് എന്ന് WHO തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ആ ലഹരിയാണ് നമ്മുടെ ഭരണാധികാരികൾ 29 ബാറിൽ നിന്ന് നമ്മുടെ പിണറായി സർക്കാർ ഇപ്പോൾ 900 ചില്ലുവാനും 932 ബാറുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതിലൂടെയൊക്കെ എന്താണ്, ഏതൊക്കെ അച്ഛന്മാരാണ് അങ്ങോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ മക്കളാണ് അങ്ങോട്ട് ഓടിപ്പോയി ഈ വിഷം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. സമിതി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. ഇയ്യച്ചേരി പത്മിനി, ചൈത്രം രാജീവൻ,
പൊയിലിൽ കൃഷ്ണൻ, ബി കെ കൗസല്യ, വി കെ ദാമോദരൻ, പ്രൊഫസർ ടി എം രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോക്ലിയർ ഇംപ്ലാന്റ് മെയിന്റനൻസിലെയും അപ്ഗ്രഡേഷനിലെയും പ്രായപരിധി ഒഴിവാക്കണമെന്ന് സിയാക്സ്. മെയ് 11 വെള്ളിമാടുകുന്ന് JDT ഹാളിൽ സിയാക്സിന്റെ 3ാമത് സംസ്ഥാന സമ്മേളനം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലുള്ള 2500ഓളം വരുന്ന കോക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പോട്ട് പോകുന്നത്. ആ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് സ്കീമിൽ കാലതാമസം വരാതിരിക്കുക. വളരെ ഇപ്പോൾ നേരത്തെ അത് KSMന്റെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ അണ്ടറിലായിരുന്നു. ഇപ്പോൾ അത് SHAയുടെ അണ്ടറിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും കാര്യങ്ങൾ വളരെ സുതാര്യമായി മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടൊന്ന് ആ കുട്ടികൾക്ക് കാലതാമസം വരാതെ മെയിൻ്റനൻസ് സ്കീം കിട്ടുക എന്നുള്ളത്, അത് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, ആ കുട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് കേൾക്കാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ മാനസികാവസ്ഥയും ഒക്കെ ശാരീരികാവസ്ഥയും ഒക്കെ കാര്യങ്ങൾ താളം തെറ്റി പോകുന്ന രൂപത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. സിയാസ്കിന്റെ 3ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മെയ് 10 വൈകിട്ട് വിളംബര ജാഥ നടത്തും. മെയ് 11 മന്ത്രി PA മുഹമ്മദ് റിയാസ് സമ്മേളന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കോക്ലിയർ ഇംപ്ലാന്റേഷൻ മെയിന്റനൻസിലെയും അപ്ഗ്രഡേഷനിലെയും വരുമാന പരിധി ഒഴിവാക്കുക, കോക്ലിയർ ഇംപ്ലാന്റ് ഉപകരണങ്ങളിലെ GST ഒഴിവാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളും കേൾക്കട്ടെ എന്ന ക്യാപ്ഷനുമായാണ് സമ്മേളനം നടത്തുന്നത്. സമ്മേളനത്തിനു ശേഷം കോക്ലിയർ ഇംപ്ലാന്റീസിന്റെ കുടുംബസംഗമം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. പരിപാടികളിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോട്ടറി ക്ലബ് കോഴിക്കോട് സൗത്ത് വെള്ളിമാടുകുന്ന് ആശാഭവനിൽ പുതിയ പദ്ധതിക്ക് തുടക്കം. അവശ്യ സാധനങ്ങൾ കൈമാറുന്ന സ്മൃതിപഥം പദ്ധതിയാണ് ആരംഭിച്ചത്. മുൻ MLA VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. 5 കട്ടിൽ, 5 സീലിംഗ് ഫാൻ, 8 എക്സോസ് ഫാൻ, 10 ട്യൂബ് ലൈറ്റ് തുടങ്ങി 10ഓളം അവശ്യ സാധന സാമഗ്രികളാണ് റോട്ടറി ക്ലബ് സൗത്ത് വെള്ളിമാടുകുന്ന് ആശാഭവന് കൈമാറിയത്. പദ്ധതി മുൻ MLA VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. CSR ഫണ്ട് നിർബന്ധമാക്കി ഗവൺമെൻറ് ഒരു നിയമം തന്നെ അങ്ങനെ വന്നു. അപ്പം നിയമം വന്നുകൊണ്ട് ഈ ഓരോ സ്ഥാപനവും 5 കോടിയിലധികം ലാഭമുള്ള ഏത് സ്ഥാപനം ബാക്കി വരുന്നതിന് പിന്നെ ഈ CSR ഫണ്ട് കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ പല സ്ഥാപനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ കിട്ടുന്നുണ്ടല്ലോ. ഇത് ഈ ഒരു നല്ല കാര്യത്തിന് കൊടുക്കാൻ എന്തായാലും ആളുകൾ പഴയതുപോലെയല്ല. ഇപ്പോൾ സാധാരണ മനുഷ്യർ പോലും ഈ മാതിരി കാര്യങ്ങൾ ഇടപെട്ട് സഹായിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആശാഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ് സൗത്ത് പ്രസിഡന്റ് PC K രാജൻ അധ്യക്ഷനായി. വിജിലൻസ് സൂപ്രണ്ട് PM പ്രദീപ് മുഖ്യാതിഥിയായി. ആശാഭവൻ സൂപ്രണ്ട് ഡോക്ടർ M ഐശ്വര്യ, റോട്ടറി സൗത്ത് സെക്രട്ടറി M വിപിൻ രാജ്, RK രാധാകൃഷ്ണൻ, K രാധാകൃഷ്ണൻ, ജോബിൻ ബോസ്, നാനാ ശാന്ത്, A നിഷാന്ത്, ഭവിൻ ദേശായി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കൾച്ചറൽ ഇനീഷ്യേറ്റീവ് കേരളയുടെ ആഭിമുഖ്യത്തിൽ വംശഹത്യകളും എമ്പുരാനും എന്ന സാംസ്കാരിക സെമിനാർ നടന്നു. വംശഹത്യയും ഇന്ത്യൻ ഫാസിസവും എന്ന വിഷയത്തിൽ KN കുഞ്ഞാമത് സംസാരിച്ചു. വംശഹത്യകളും എമ്പുരാനും എന്ന വിഷയത്തിൽ സാംസ്കാരിക സെമിനാർ കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. KP കേശവ മേനോൻ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ET മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. കൾച്ചറൽ ഇനീഷ്യേറ്റീവ് കേരള പ്രസിഡന്റ് VK മൂസ അധ്യക്ഷത വഹിച്ചു. എമ്പുരാനും ഹിന്ദുത്വ കർസേവകരും എന്ന വിഷയത്തിൽ GP രാമചന്ദ്രനും, സാംസ്കാരിക രംഗത്തെ അപരവൽക്കരണം എന്ന വിഷയത്തിൽ CP ചെറിയ മുഹമ്മദും,
വംശഹത്യയും ഇന്ത്യൻ ഫാഷിസവും എന്ന വിഷയത്തിൽ KN കുഞ്ഞഹമ്മദും പ്രഭാഷണങ്ങൾ നടത്തി. കവിതയുടെ പേരിനുള്ളൊരു പ്രത്യേകത, ഇപ്പൊ അത് മലയാളം വാക്കായി തോന്നുന്നു, പക്ഷെ അത് ഹിന്ദി വാക്കാണ്. എന്തെന്നാണ് അതിന്റെ അർത്ഥം? പക്ഷെ ഈ കവിതയിൽ ആ തലക്കെട്ട് വന്നതിന് ശേഷം ആ വാക്കിന്റെ അർത്ഥം കൊല്ലുന്നതാണ്. കവിതയിലെ വരികൾ ഏറെക്കുറെ എങ്ങനെയാണ്: ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ മടങ്ങുമ്പോൾ കൊച്ചിയിലേക്ക് തുണിക്കച്ചവടത്തിന് പോകുന്ന ഒരു ഗുജറാത്തിയുമായി ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു. താങ്കളുടെ ശുഭനാമം എന്താണെന്ന് അയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ, റാം റാം എന്ന് അഭിനന്ദിച്ചുകൊണ്ട് അയാൾ എന്നിലേക്ക് ഏറെ ചേർന്നിരുന്നു. ഇവിടെ അല്പം സൂക്ഷിച്ചു നോക്കിയാൽ അമരവൽക്കരണത്തിന്റെ ആരംഭം കാണാൻ പറ്റും. വല്ല കോയക്കുട്ടിയെന്നോ മുഹമ്മദ് കോയെന്നോ ജോസഫ് എന്നോ മറ്റോ ആയിരുന്നു പേരെങ്കിൽ റാം റാം എന്ന് പറഞ്ഞുകൊണ്ട് അത്ര അടുത്തിരിക്കുമായിരുന്നുവോ എന്ന ഒരു ചോദ്യത്തിലേക്കാണ്, ചോദ്യമില്ലാതെ കവിത നമ്മളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്. ട്രഷറർ PKC അബ്ദുറഹിമാൻ, ജനറൽ സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ എൻപ്രൗഡ് പദ്ധതി ബോധവൽക്കരണ ക്ലാസും അസിസ്റ്റന്റ് കൺട്രോളർ ഷാജി M വർഗീസിനുള്ള യാത്രയയപ്പും അളകാപുരിയിൽ നടന്നു. ജൻമെഡ് റിക്രിയേഷൻ ക്ലബ് കാലിക്കറ്റാണ് പരിപാടി ഒരുക്കിയത്. ജൻമെഡ് റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ കോഡ് അസിസ്റ്റന്റ് കൺട്രോളർ ഷാജി M വർഗീസിനും വിരമിക്കുന്ന സൂപ്രണ്ട് ശ്രീലതയ്ക്കും യാത്രയയപ്പ് നൽകി. റിക്രിയേഷൻ ക്ലബ്ബ് പ്രസിഡന്റ് സാംസൺ M ജോൺ അധ്യക്ഷനായിരുന്നു. വളരെയേറെ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് നമ്മുടെ ജൻമെഡ് റിക്രിയേഷൻ ക്ലബ്ബ്. ഞങ്ങൾ ഏകദേശം ഒരു 10-30ഓളം മെമ്പർമാർ ഇവിടെയുണ്ട്. അത് മലബാർ മേഖലയിലുണ്ട്. നമ്മുടെ ഇവിടെ ഇല്ലാത്ത ആളുകൾ പറയുന്ന പോലെയാണ്, അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സഹോദര തുല്യനായ ഷാജി സാറിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. 1996 ജെറീകോ എന്റർപ്രൈസസ് എന്ന സ്ഥാപനം ഞാനും എൻ്റെ സഹോദരി ഭർത്താവ് കുര്യാക്കോസും കൂടി കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 23 വയസ്സുള്ളൂ. അന്നൊന്നും എനിക്ക് അദ്ദേഹത്തെ ഓർമ്മയില്ല. AKCDA ജില്ലാ സെക്രട്ടറി C ശിവരാമൻ, മുൻ ജില്ലാ പ്രസിഡന്റ് KT രഞ്ജിത്ത്, AKSSDA പ്രസിഡന്റ് രാജഗോപാൽ, നൌഫൽ, ശാന്തി, കൃഷ്ണ, നീതു തുടങ്ങിയവർ സംസാരിച്ചു. ഷാജി M വർഗീസ് മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷനുമായി നടക്കാവിൽ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഓഫറുകളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവും എന്ന നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാവിൽ നടക്കും. നടക്കാവിൽ ഒരു പുതിയ മൈജി സ്റ്റോർ വന്നിരിക്കുകയാണ്. മൈജിയുടെ വിജയങ്ങളുടെ യാത്ര തുടരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നടക്കാവ് മൈജി ഫ്യൂച്ചറിലെത്തൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് സ്വന്തമാക്കൂ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. മൈജി ഫ്യൂച്ചർ നടക്കാവിൽ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പഴയകാല ഗാനങ്ങൾ പെയ്തിറങ്ങിയ സംഗീതരാവ്. ഗാല മ്യൂസിക് മാങ്കാവാണ് സംഗീത നിശ ഒരുക്കിയത്. കോഴിക്കോട് ടൗൺ ഹാളാണ് ഗാല മ്യൂസിക്കിന്റെ 8ാം വാർഷിക പരിപാടിക്ക് വേദിയായത്. मेरा महबूब आया है.
ജില്ലാ സംഗീത കൂട്ടായ്മ മാങ്കാവ് 8ാമത് വാർഷികം ആഘോഷിച്ചു. ടൗൺ ഹാളിൽ വെച്ച് നടന്ന ഓൾഡീസ് ഗോൾഡ് എന്ന പരിപാടിയിൽ 25 ഗായകർ ഗാനങ്ങൾ ആലപിച്ചു. ഗാല സാരഥികളായ സുധീന്ദ്രൻ ആറഞ്ചേരി, സജീവൻ കൊക്കിനി, രാജീവൻ കൊക്കിനി, റിനേഷ് ബാബുരാജ്, ശാലിനി സുധീന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. TC റൂഫ് ടൈൽസ് ലോകത്തെ ഏറ്റവും വലിയ റൂഫ് ടൈൽ നിർമ്മിച്ചതിലൂടെ ടൈം വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചതായി സാരഥികൾ. ടൈലിന്റെ പ്രകാശന ചടങ്ങ് മെയ് 8-ന് മുതലക്കുളം മൈതാനിയിൽ വെച്ച് നടക്കുമെന്നും അവർ അറിയിച്ചു. 211 സെന്റിമീറ്ററിന് ഉയരവും 133 സെന്റിമീറ്റർ വീതിയുമുള്ള 250 കിലോഗ്രാം ഭാരമുള്ള ലോകത്തിലെ ഭീമൻ ബോർഡുമായി TC വെസ്റ്റേൺ ഗ്രൂപ്പിന്റെ TC റൂഫ് ടൈല് ലോകത്തിന്റെ നെറുകയിലേക്ക് പോവാണ്. വരുന്ന 8-ാം തീയതി നമ്മുടെ കോഴിക്കോട് മുതലക്കുളത്ത് ഇതിന്റെ ലോഞ്ചിങ് നടക്കും. കേരളത്തിലെ പ്രശസ്തനായ മാധ്യമ പ്രവർത്തകൻ കമാൽ വരദൂറാണ് ഇത് ലോകത്തിന്റെ മുന്നിൽ, സാംസ്കാരിക കേരളത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടൈം വേൾഡ് റെക്കോർഡിൽ നേരത്തെ തന്നെ ഇത് ഇടം പിടിച്ചിട്ടുണ്ട്. 2ാം ഘട്ടം ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്കും ഇത് നടന്നു വരികയാണ്. 211 സെന്റിമീറ്റർ നീളവും 133 സെന്റിമീറ്റർ വീതിയും 250 കിലോഗ്രാം തൂക്കവുമുള്ള ടൈൽ മെയ് 8-ന് മുതലക്കുളത്ത് നടക്കുന്ന ചടങ്ങിൽ ഔദ്യോഗികമായി പ്രകാശനം ചെയ്യും. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കമാൽ വരദൂർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവും കാർട്ടൂണിസ്റ്റുമായ M. ദിലീപ് ചടങ്ങിൽ അധ്യക്ഷനാകും. ലോകത്തിലെ ഏറ്റവും വലിയ റൂഫ് ടൈലുമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യാത്ര നടത്തി കേരളത്തിന്റെ നിർമ്മാണ പൈതൃകവും ഭവന സൗന്ദര്യവും ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും സാരഥികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൂവാട്ടുപറമ്പിൽ അയാന ഓഡിറ്റോറിയം പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഓഡിറ്റോറിയം ആരംഭിച്ചത്. പെരുവയൽ പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പിൽ പുതുതായി നിർമ്മിച്ച അയാന ഓഡിറ്റോറിയം നാടിന് സമർപ്പിച്ചു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഓഡിറ്റോറിയം പൂവാട്ടുപറമ്പിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഹമീദ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലാം, വാർഡ് അംഗങ്ങളായ കരിപ്പാൾ അബ്ദുറഹിമാൻ, ഉനൈസ് അരീക്കൽ, അനീഷ് പാലാട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും ഓഡിറ്റോറിയം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വെസ്റ്റ് മാഹി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ദശവാർഷികം 2025 മെയ് 4-ന് വിവിധയിനം പരിപാടികളോടുകൂടി ആഘോഷിച്ചു.
ഘോഷയാത്രയും വിവിധയിനം കലാപരിപാടികളും ആഘോഷ കമ്മിറ്റി അവതരിപ്പിച്ച നാടകവും അരങ്ങേറി. പ്രശസ്ത കവയിത്രിയും സാഹിത്യകാരിയുമായ ഡോക്ടർ ഇ പി ജ്യോതി ഉദ്ഘാടനം ചെയ്തു. രാവിലെ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് മാറാട് SHO ബെന്നി ലാലു ഉദ്ഘാടനം ചെയ്തു. ബീറ്റ് ഓഫീസർ ബിജു പേരാമ്പ്ര ക്ലാസ് എടുത്തു. ഡിവിഷൻ കൗൺസിലർ സുരേഷ് കൊല്ലടുത്ത്, ബീറ്റ് ഓഫീസർമാരായ ശ്രീജിത്ത്, പ്രജീഷ്, റെസിഡൻസ് കോർഡിനേഷൻ സെക്രട്ടറി ഷഫീഖ് അരക്കിണർ, മോഹനൻ ബി, ആദർശ് PV, ബിപിൻ, ഷിനിൽ NB, ഷിജിത്ത്, ഷൈജു M തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ 2 ദിവസങ്ങളിൽ തുടർച്ചയായി തീപിടുത്തമുണ്ടായതിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. മദ്യവും വിഷമാണ് എന്ന തലക്കെട്ടിൽ ജില്ലാ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ പാവമണി റോഡ് ബിവറേജിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി. കോക്ലിയർ ഇംപ്ലാന്റ് മെയിന്റനൻസിലെയും അപ്ഗ്രഡേഷനിലെയും പ്രായപരിധി ഒഴിവാക്കണമെന്ന് സിയാക്സ്. റോട്ടറി ക്ലബ് കോഴിക്കോട് സൗത്ത് വെള്ളിമാടുകുന്ന് ആശാഭവനിൽ പുതിയ പദ്ധതിക്ക് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.